ഒരു കൂട്ടം ജനത്തെ വിളിച്ച് വേർതിരിച്ചിട്ടുള്ള ആഴ്ച സ്തോത്ര അർപ്പണ ദിനമായി അങ്ങയുടെ പാതപീഠത്തിൽ നിങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ദൈവസന്നിധിയിൽ ഹൃദയം തുറന്ന് നന്ദി അർപ്പിക്കുവാനും ദൈവനാമത്തിൽ നിങ്ങളെ തന്നെ സമ്പൂർണമായി അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുവാനും ഞങ്ങൾ ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നതിൽ ആരംഭിക്കുന്ന സുവിശേഷകൾ ജീവിത നവീകരണത്തിനും സഭയുടെ ശുശ്രൂഷകൾക്ക് ഏറെ ശക്തിയും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നത് മുഖാന്തരമാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സഭയുടെ അധ്യക്ഷനായ കമ്മിറ്റിക്കായി ഈ സഭയുടെ മുഴുവൻ ജനങ്ങൾക്കായി സ്വാഗതം. അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുന്ന ഓരോ നിമിഷം ഞങ്ങളുടെ വ്യാപാരത്തോടും സഹായിക്കും. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന സുഖിക്കാതെ ആമേൻ. ഏറ്റവും സ്നേഹവും ആഗ്രഹവുമുള്ള ഈ ഇടവകയുടെ അധ്യക്ഷൻ സഭാ സെക്രട്ടറി ശ്രീ അജി സ്വാഗതവും ആശംസിച്ച ചർച്ചയുടെ സഭാകങ്ങളെ ഈ സഭയുടെ ഏറ്റവും സ്നേഹസമ്പന്നരായ ദൈവമക്കളെ എല്ലാവരും എന്നെ സ്നേഹിക്കാറുണ്ട്. പലരുടെയും സഭയുടെ ഒരു ഹിന്ദു സന്ദേശമായി ഈ പ്രദേശത്ത് ആരംഭിച്ച സുവിശേഷ പ്രവർത്തനം 1930 ഒക്ടോബർ മാസം 2-ാം തീയതി ഒരു സഭയായി രൂപാന്തരപ്പെട്ട് ദക്ഷിണ തിരുവിതാംകൂർ മഹായിടവകയുടെ ബിഷപ്പായിരുന്നു തിരുമേനിയാൽ ആശീർവദിക്കപ്പെട്ട ഒരു ദൈവാലയത്തിൽ എനിക്ക് നിങ്ങളോടൊപ്പം ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തിന് നന്ദി അർപ്പിക്കുവാനും വിളിച്ചേറെ സന്ദർഭത്തെ ഓർത്ത് അതിനെ തന്നെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തു. വിശേഷിച്ച് ഈ സഭാദിനാഘോഷത്തിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട അച്ഛനും കമ്മിറ്റിയും എന്നെ ക്ഷണിച്ചതിലുള്ള പ്രത്യേകമായ സ്നേഹവും നന്ദിയും ഞാൻ രേഖപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട അച്ഛൻ സൂചിപ്പിച്ചതുപോലെ അച്ഛൻ്റെ സെമിനാരി വിദ്യാഭ്യാസ കാലഘട്ടം മുതലാണ് അച്ഛനുമായുള്ള ഒരു ആത്മാബന്ധം ആരംഭിക്കുന്നത്. അത് ഓരോ വർഷം കഴിയുമ്പോൾ ഞങ്ങളുള്ള സ്നേഹവും അടുപ്പവും ഒക്കെ വർദ്ധിക്കുന്നത് പ്രത്യേകിച്ച് ഈ കാലഘട്ടമേരി ഈ കാലഘട്ടത്തിൽ വെച്ച് പ്രവർത്തിക്കുന്നതിനുള്ള അവസരം ഒരുക്കി. ഈ സഭയിലുള്ള ചില പ്രിയപ്പെട്ടവരെല്ലാം പരിചയമുണ്ട്. ഈ സഭയെ എത്രത്തോളം അനുഗ്രഹിച്ചു ഈ ദേശത്തിൽ അത്ഭുതമായി നടത്തുന്ന ദൈവത്തിന് കൃപയോ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ എൻ്റെ സഹധർമ്മിണിയുടെ ഒരു ബന്ധവും ഈ സഭയുടെ അംഗമാണ്. അത് പ്രത്യേകമായി ഞാൻ മനസ്സിലാക്കുകയാണ്. ഇന്ന് പ്രധാനപ്പെട്ട ശുശ്രൂഷയ്ക്കായി സാധ്യതയോടൊപ്പം എത്തിച്ചേരുന്നതാണ്. അതുകൊണ്ട് ഞാനൊരു ആഴത്തിലേക്കുള്ള വചന ശുശ്രൂഷയ്ക്ക് വേണ്ടിയല്ല ഈ സന്ദർഭം നിങ്ങളുടെ മുന്നിൽ ആയിരിക്കുന്നു. സഭയെക്കുറിച്ചുള്ള ചില ചിന്തകൾ ഓർമ്മപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ സന്ദേശം ഞാൻ ലക്ഷ്യമിടുന്നത്. സഭ എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരമാണ് അല്ലേ? ഉത്തരമുള്ള സഭ എന്നല്ല, ആ വിശ്വാസികളുടെ സമൂഹം ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ ഒരു കൂട്ടമാണ് സഭയെന്ന്. ഒന്നുകൂടി നമ്മുടെ സഭ എന്താണ് എന്ന് ചോദിച്ചാൽ നാം പറയും Church as a physical body of Christ. ക്രിസ്തുവിന്റെ ശരീരമാണ് സഭ എന്നതാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി എന്താണ് സഭ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്ന ചില ചിന്തകളുണ്ട്. ആ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരുന്നത്.
ദൈവത്തിന് സ്തോത്രം ചെയ്യാനായിട്ടുള്ള ആഹ്വാനം നൽകുന്നു. എന്താണ് സഭ എന്ന് ചോദിച്ചാൽ, സഭ എന്ന് പറയുന്നത് നമുക്ക് പ്രചോദനം നൽകുന്ന ഒരു ഇടമാണ്. A space of inspiration. 95 വർഷമായി നാഗപുരം സഭ ഇവിടെ സ്ഥാപിതമാണ്. നമ്മുടെ പൂർവികർ ഈ ആലയത്തിൽ ദൈവത്തെ ആരാധിച്ചു. ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ കരുതലും എല്ലാം അനുഭവിച്ചു. അവരുടെ പിൻതലമുറക്കാരായിരിക്കും നമുക്കും ഈ ദൈവാലയത്തിൽ വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ ഈ കാലഘട്ടത്തിൽ സഹായിച്ചു. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യണമെങ്കിൽ ഒരു പ്രചോദനം, ഒരു ഇൻസ്പിറേഷൻ നമുക്ക് ആവശ്യമാണ്. ഒരു പ്രേരക ശക്തി ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകുവാനായി സാധ്യമല്ല. ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകുവാനുള്ള എന്തെങ്കിലുമൊക്കെ പ്രേരണാശക്തികൾ നൽകുന്നത് നമ്മുടെ ദൈവാലയത്തിലെ ആരാധനകളിലൂടെ, ശുശ്രൂഷകളിലൂടെ നമുക്ക് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് നാം ഓർക്കുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുത. അങ്ങനെയുള്ള എന്തെല്ലാം പ്രേരണകളാണ്, പ്രേരണാശക്തികളാണ് നമുക്ക് ലഭിച്ചത്. ഈ ആലയത്തിലൂടെ നമുക്ക് ദൈവ വചനത്തിന്റെ ഇൻസ്പിറേഷൻ, ദൈവ വചനത്തിലൂടെ നാം പ്രചോദിതരായി മുന്നോട്ടുള്ള പ്രയാണത്തിൽ നാം ശക്തി പ്രാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ആലയത്തിൽ അർപ്പിക്കപ്പെടുന്ന പ്രാർത്ഥനകൾ നാം ചിന്തിച്ചു നോക്കുക. നമ്മുടെ കഷ്ടതയിലും വേദനയിലും പ്രതിസന്ധികളിലും തളർന്നു പോകുന്ന അനുഭവങ്ങളിലും ഇനി ജീവിതം സാധ്യമല്ല എന്ന് ചിന്തിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം പ്രാർത്ഥന നമുക്ക് ഒരു വലിയ പ്രേരകശക്തിയായി മാറിയിരിക്കുന്നു. നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുമെന്ന് തോന്നിയ സാഹചര്യങ്ങളിൽ അനേകരോടുള്ള കൂട്ടായ്മ നമുക്കൊരു വലിയ പ്രേരകശക്തിയായി തീർന്നിട്ടുണ്ട്. അങ്ങനെ നാം ചിന്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്ന പ്രേരണ മുഖേനയാണ് ദൈവത്തിന്റെ മക്കളായിരിക്കുന്ന, ദൈവവിശ്വാസികളായിരിക്കുന്ന നാം ഓരോരുത്തരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ്. ഈ പരിശുദ്ധാത്മാവ് നിരന്തരമായി നമ്മെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സഭ നമുക്ക് ഒരു പ്രേരക ശക്തിയായി തീർന്നിരിക്കുന്നു എന്ന്. രണ്ടാമത്, സഭ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നു, നന്മയെ മുറുകെ പിടിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഇടമാണ് സഭ. നന്മയെ മുറുകെ പിടിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഇടം ഏതെന്ന് ചോദിച്ചാൽ അത് സഭയാണ്. നമുക്കറിയാം, ലോകത്തിൽ നന്മയും തിന്മയും ഇവ രണ്ട് ഇടകലർന്നാണ്. ശരിയേത് തെറ്റേത്, സത്യമേത് വിദ്യയേത്, നന്മ എന്ത് തിന്മ എന്ത് എന്ന് തിരിച്ചറിയുവാൻ കഴിയാത്തവിധം വളരെ കലുഷിതമായ ഒരു സാഹചര്യത്തിൽ ഈ സാമൂഹിക അവസ്ഥാന്തരത്തിൽ നാം ആയിരിക്കുമ്പോൾ നന്മയും തിന്മയും തിരിച്ചറിയുവാൻ പ്രേരിപ്പിക്കുന്നത് സഭയാണ് എന്ന് നാം ഓർക്കേണ്ടത് ആവശ്യം. സഭയിലൂടെയാണ് നാം നന്മ എന്നത് പഠിക്കുന്നത്. ദൈവവചനത്തിലൂടെയാണ് നന്മ എന്ന് നാം പഠിക്കുന്നത്. എന്നാൽ ലോകത്തിൽ നാം പഠിക്കുന്നുണ്ട് തിന്മ എന്താണ്. അങ്ങനെയെങ്കിൽ നന്മ ചെയ്യുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഇടം, നന്മ ചെയ്ത് ജീവിക്കുവാൻ, നന്മയെ മുറുകെ പിടിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഇടമാണ് സഭ എന്ന് ഞാൻ. മൂന്നാമത്, സഭ എന്ന് ചോദിച്ചാൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടവർക്ക് പ്രതീക്ഷ നൽകുന്ന ഇടമാണ് സഭ. പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയവർക്ക് പ്രതീക്ഷ നൽകുന്ന ഇടമാണ് സഭ. ഒരുപാട് പ്രതീക്ഷകളോടുകൂടെ ജീവിതം ആരംഭിച്ചു.
ഇങ്ങനെ ജീവിതത്തിൽ നിരാശയോടെ, ദുഃഖത്തോടെ, വേദനയോടെ ആയിരിക്കുമ്പോൾ നാം ദൈവാലയത്തിലേക്ക് കടന്നു വരികയും ഈ ദൈവാലയത്തിലേക്ക് നാം കടന്നു വരുന്നത് മനസ്സിൽ ചില പ്രതീക്ഷകൾ ബന്ധപ്പെട്ടാണ്. ആ പ്രതീക്ഷകളോടുകൂടെ നാം ദൈവത്തെ ആരാധിക്കും, ദൈവത്തോട് പ്രാർത്ഥിക്കും. എന്തിനാണ് ആ ദൈവാലയത്തിലേക്ക് വരുന്നതിന് പ്രതീക്ഷ എന്ന് ചോദിച്ചാൽ ജോലിയില്ലാത്തവർക്ക് ജോലി, വിവാഹം നടക്കാത്ത മക്കൾക്ക് വിവാഹം, നല്ല വിദ്യാഭ്യാസം ചെയ്യുവാൻ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിജ്ഞാനവും വേണം, പരീക്ഷയിൽ കുഞ്ഞുങ്ങൾക്ക് വിജയം വേണം, രോഗികളായിരിക്കുന്നവർക്ക് സൗഖ്യം വേണം, പ്രതിസന്ധികളിൽ ഏർപ്പെട്ടു പോയവർക്ക് അത് മറികടക്കുവാനുള്ള ദൈവകൃപ വേണം. ഇങ്ങനെ ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷ അല്ലേ? ഈ രാത്രിയിൽ നാം എന്തൊക്കെയോ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ ആലയം പറയുന്നത്. നമ്മുടെ പൂർവികരും ദൈവത്തിൽ എന്തൊക്കെയോ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ആലയത്തിൽ വന്ന ദൈവത്തെ ആരാധിച്ചു. ദൈവത്തിന്റെ കൃപയും മഹത്വവും അനുഭവിക്കുവാനായിട്ട് ദൈവം പറയുകയാണ്. ഈ തലമുറയിൽ നാം ഇന്ന് ജീവിക്കുമ്പോൾ ഒന്നുമില്ലാതിരുന്ന നമ്മെ ദൈവജനമാക്കി രൂപാന്തരപ്പെടുത്തി ഈ ഭൂമിയിൽ നമുക്ക് അനുഭവിക്കാവുന്ന എല്ലാവിധ നന്മകളും പട്ടിണിയില്ലാതെ ദൈവം നമുക്ക് ഭക്ഷണം നൽകി, ധരിക്കുവാൻ മനോഹരമായ വസ്ത്രങ്ങൾ നൽകി, പാർക്കുവാൻ അനുഗ്രഹമായ ഭവനങ്ങൾ നൽകി. പ്രതീക്ഷ നഷ്ടപ്പെട്ട് നാം ദൈവസന്നിധിയിൽ വന്ന് പ്രതീക്ഷയോടുകൂടെ ദൈവത്തോട് എന്തെല്ലാം ചോദിച്ചിട്ടുണ്ടോ അതെല്ലാം ദൈവം കരുതി നൽകി. ഈ ദൈവത്തിൽ നാം പറയുന്നത് അവർ ഇറച്ചിക്കാലത്തിന് മുന്നിലിരിക്കുമ്പോൾ തന്നെ അവരോട് നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ ദൈവം നൽകിയ ഒരു ഇടമാണ് ദൈവാലയം. വന്നു പോകാതിരിക്കുക. ഇനിയും നാം പ്രതീക്ഷകളോട് കടന്നു വരുമ്പോൾ ദൈവമേ നമ്മെ അനുഗ്രഹിക്കുന്ന ഇടമാണ് ഈ ദൈവാലയം എന്ന് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് വിശ്വാസത്തെ പുനരുജ്ജീവിപ്പിക്കുന്ന ഇടമാണ് സഭ. വിശ്വാസത്തെ പുനരുജ്ജീവിപ്പിക്കുന്ന ഇടമാണ് സഭ എന്ന് പറയുന്നത്. പക്ഷേ നാം വിശ്വാസികൾ അല്ലാതായി മാറിപ്പോകുന്ന സാഹചര്യം, ദൈവത്തോട് വെല്ലുവിളിക്കുന്ന സാഹചര്യം, ഞാൻ പ്രാർത്ഥിച്ച ദൈവം ഇതുവരെയും ഉത്തരം തന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന സാഹചര്യം, ഇനി ഒന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു ജീവിത സാഹചര്യം, നമ്മുടെ വിശ്വാസം പോലും നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേർന്നില്ല. ഈ ദൈവം എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്? ഈ ചോദ്യങ്ങളൊക്കെ നാം ഉയർത്തിയില്ല. എന്നാൽ ദൈവത്തിൽ നിന്ന് നമുക്ക് ഉത്തരം വിശ്വാസത്താൽ പുനരുജ്ജീവിപ്പിക്കപ്പെടുന്ന ഒരു അനുഭവം ആലയത്തിലൂടെ നമുക്ക് ലഭ്യമായി. വിശ്വാസത്തിന്റെ പുനരുജ്ജീവനം എന്താണ്? വിശ്വാസം എന്ന് ചോദിച്ചാൽ ഉത്തരവ് അല്ലേ? എന്താണ് വിശ്വാസം? ആശയത്തിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ ലക്ഷ്യവും എന്നാണ്. വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ധാരാളം ഉദാഹരണങ്ങൾ പറയുവാനായി സാധിക്കുന്നു. എന്നാൽ വചനത്തിൽ നിന്ന് അല്ലാതെയുള്ള ഒരു നിർവചനം നാം കണ്ടെത്താൻ ശ്രമിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. Faith is not only seeing impossible, but doing possible. അസാധ്യമായ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് വിളിക്കുക. എന്നാൽ അസാധ്യമായ കാര്യങ്ങളെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന സാഹചര്യം ചോദിച്ചാൽ അത് വിശ്വാസമാണ്. അസാധ്യമായ കാര്യങ്ങളെ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്ന ഇടമായി ആലയം രൂപാന്തരപ്പെടുന്നത്. അതാണ് വിശ്വാസത്തിന്റെ പുനരുജ്ജീവനം എന്ന് പറയുന്നത്. ആശ നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു ദൈവത്തിന്റെ വലിയ കൃപ നമുക്ക് അനുഭവിക്കുവാനായി സാധിക്കുന്നു. അഞ്ചാമത് എന്താ സഭ എന്ന് ചോദിച്ചാൽ വരുന്ന തലമുറയ്ക്കായി പങ്കിടുന്ന സമൂഹമാണ്.
തലമുറയ്ക്കായി പങ്കിടുന്ന സമൂഹമാണ് സഭ. ദൈവം ആര് എന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരിടമാണ് സഭ. അത് സന്ദേശത്തിലൂടെയും വാചനത്തിലൂടെയും വിഭജന സ്ഥിതിയിലൂടെയും വിമർശനത്തിലൂടെ ഭംഗിയായി ചെയ്യുന്ന ഒരു ശുശ്രൂഷ. കുഞ്ഞുങ്ങളെ പത്യോപദേശത്തിൽ പോറ്റി വളർത്തിക്കൊണ്ടുവരുവാൻ സഭയ്ക്കും മാതാപിതാക്കൾക്കും സാധിക്കണമെന്നുള്ളതാണ്. വിശ്വാസ സ്ഥിരീകരണം സ്വീകരിച്ചവരെ അവരുടെ ആത്മീയ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുവാൻ സഭയ്ക്ക് സാധിക്കും. കഴിഞ്ഞ 95 വർഷമായി സഭ ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷയാണ് വിശ്വാസത്തെ പങ്കെടുക്കുക. പുതിയ തലമുറയ്ക്ക് വിശ്വാസത്തെ പകർന്നു കൊടുക്കുക. നമ്മുടെ മക്കൾക്ക് ദൈവവിശ്വാസത്തെ പകർന്നു കൊടുക്കുക. അങ്ങനെ പങ്കിടുന്ന വിശ്വാസത്തെ പകർന്നു കൊടുക്കുന്ന ഒരു സഭ. മാത്രമല്ല നമ്മുടെ മക്കൾക്ക് മാത്രമേ വിശ്വാസം പകർന്നു കൊടുക്കുക, നമ്മുടെ സമൂഹത്തിലേക്ക് ഈ വിശ്വാസത്തെ പകർന്നു കൊടുക്കുക. പുതിയ തലമുറയ്ക്ക് വേണ്ടി നല്ലൊരു അടിസ്ഥാനം ഇടാൻ സാധിക്കണം ഓരോ സഭയ്ക്കും എന്നുള്ളത്. നമ്മുടെ സഭയുടെ ഭൗതിക സാഹചര്യങ്ങളെ വികസിപ്പിക്കുക മാത്രമല്ല, നമ്മുടെ തലമുറകളുടെ ആത്മീയ വളർച്ചയ്ക്ക് ആവശ്യമായ അടിസ്ഥാനങ്ങൾക്ക് വിശ്വാസം പങ്കിട്ടുകൊണ്ട് അവരെ ആത്മാവിൽ ജ്വലിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരുവാനായി നമുക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ എല്ലാ മേഖലകളും നമുക്ക് ശ്രദ്ധിച്ച് വളരെ കരുതലോടുകൂടെ, വളരെ സാക്ഷ്യത്തോടുകൂടെ, ദൈവഭയത്തോടുകൂടെ നമ്മുടെ ജീവിതത്തെ നമുക്ക് മുന്നോട്ട് നയിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് വളരുന്ന ഓരോ സഭയും എന്ന് പറയുന്നത് വളരെ ഡൈനാമിക്കായിരിക്കും, ചലനാത്മകമായിരിക്കും. ക്രിയാത്മകമായ പ്രവർത്തനങ്ങളും പദ്ധതികളും സഭകൾക്കുണ്ടാകും. സഭാകമ്മിറ്റികൾ ശുശ്രൂഷകളോട് ചേർന്ന വളരെ ശക്തമായ നിലയിൽ സഭയുടെ ആത്മീയ ഭൗതിക വളർച്ചയ്ക്ക് വേണ്ടി ഒരു മനസ്സോടുകൂടെ പ്രവർത്തിക്കുവാൻ ഇടയാകും. അപ്പോഴാണ് വളരുന്ന തലമുറയ്ക്ക് വേണ്ടി പങ്കിടുന്ന ഒരു സമൂഹമായി സഭ രൂപാന്തരപ്പെടുന്നത്. 5 കാര്യങ്ങളാണ് സഭയെ സംബന്ധിച്ച് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചത്. വിശ്വാസം, സഭ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയുവാൻ കഴിയുന്ന മറുപടി. ഒന്ന്, നമുക്ക് പ്രചോദനം നൽകുകയാണ് സഭ എന്ന് പറയുന്നത്. 2, നന്മയെ മുറുകെ പിടിക്കുവാൻ പ്രേരിപ്പിക്കുന്നതാണ് സഭ എന്ന് പറയുന്നത്. 3, പ്രതീക്ഷ നഷ്ടപ്പെട്ടവർക്ക് പ്രതീക്ഷ നൽകുന്നതാണ് സഭ എന്ന് പറയുന്നത്. 4, നമ്മുടെ വിശ്വാസത്തെ പുനരുജ്ജീവിപ്പിക്കുവാൻ സഹായിക്കുന്ന ഇടമാണ് സഭ എന്ന് പറയുന്നത്. 5, വരുന്ന തലമുറയ്ക്കായി പങ്കിടുന്ന ഒരു സമൂഹമാണ് സഭ എന്ന് പറയുന്നത്. കർത്താവ് വരുവോളം സഭയുടെ ശുശ്രൂഷ തുടരുന്നത്. ഈ ആദ്യത്തെ ശുശ്രൂഷ ഉചിതമായി നേതൃത്വം നൽകുന്ന ബഹുമാനായ അച്ഛനോടൊപ്പം ചേർന്ന് അനുഗ്രഹമായ ശുശ്രൂഷ ചെയ്യുവാൻ ഈ സഭയിലെ മുഴുവൻ ജനങ്ങളെയും ദൈവം ബലപ്പെടുത്തുന്നു. 95ാമത് സഭാദിന സ്തോത്ര ആരാധന ഈ സഭയുടെ സഭാദിന കൺവെൻഷന്റെ ആദ്യ ദിനത്തിൽ ആയിരിക്കുന്ന എല്ലാ ദൈവങ്ങളും ഈ സഭയിൽ എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ